നമസ്കാരം. ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ നമ്മുടെ വാർത്ത എന്ന് പറയുന്നത്. മുഴുവനായിട്ട് നിങ്ങൾ വാർത്ത കാണാൻ ശ്രമിക്കുക. അതായത് ടി.ജി. മോഹൻദാസ് നടത്തിയിട്ടുള്ള ആ വിവാദ പരാമർശം അത് നിസാരമായിട്ടുള്ള പരാമർശമാണോ? അല്ലേ അല്ല. വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു പരാമർശമായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിയും ഇടത് യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന സമയത്ത് ആ സമരത്തിന് മുമ്പിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മുട്ടുകുത്തുന്ന സമയത്ത് ഇയാളുടെ യൂട്യൂബ് ചാനലിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, ഞാനായിരുന്നുവെങ്കിൽ കർഫ്യൂ പ്രഖ്യാപിച്ച് ഇവരെല്ലാവരെയും വെടിവെച്ച് കൊന്ന് ആ ശവം ആശുപത്രിയിൽ എത്തിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. മറ്റൊരു പരാമർശം കൂടി അദ്ദേഹം പറഞ്ഞു, ഈ സമരത്തിന് വന്നിരിക്കുന്ന സ്ത്രീകളൊക്കെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണത്രേ എന്ന രീതിയിലുള്ള വളരെ അശ്ലീലം നിറഞ്ഞ ഏറ്റവും വൃത്തികെട്ട ഒരു പരാമർശം കൂടി ഇദ്ദേഹം നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നത് ഏത് ഘട്ടത്തിലാണ്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ഘട്ടത്തിൽ പോലുമല്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതിന് 9 ദിവസം മുമ്പ്, വ്യക്തമായി പറഞ്ഞാൽ ഈ സമരത്തിന് മുമ്പിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കി തുടങ്ങുന്നു എന്ന് മണത്തു കഴിഞ്ഞപ്പോഴാണ് ആ സമരത്തെ പൊളിക്കാൻ വേണ്ടി ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന ഈ സംഘപരിവാറുകാരൻ, ഈ RSSന്റെ ഗൂണ്ട ഈ രീതിയിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത്. അത് രേഖപ്പെടുത്തിയിട്ട് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ കേരള പോലീസ് ഒരു സ്വമേധയാ കേസ് പോലും എടുത്തില്ല എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI ഒരു പരാതി കൊടുക്കുന്ന ഘട്ടത്തിലാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്കെതിരെ ഒരു നടപടിയെങ്കിലും എടുക്കാൻ ശ്രമം നടത്തുന്നത്. തുടക്കം തന്നെ ഈ ശിവപ്രസാദിനെ പോലുള്ള SFI നേതാക്കൾ പരാതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടക്കം ഒരു രീതിയിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല. അവസാനം ഇവരുടെ തന്നെ കോൺഗ്രസിന്റെ തന്നെ യുവജന സംഘടനകൾ പോലും ചോദിച്ചു തുടങ്ങി, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുക്കാത്തതെന്ന്. അങ്ങനെ ഞാനും ആലോചിച്ചു, ഇനി ഇപ്പൊ എന്താണ് ഇതിൽ നടക്കാൻ പോകുന്നത് എന്ന് നോക്കിയപ്പോ ടി.ജി. മോഹൻദാസിനെതിരെ അവസാനം ഗത്യന്തരമില്ലാതായപ്പോൾ കേസെടുത്തിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നില്ല. കേസെടുത്താൽ സ്വാഭാവികമായും അറസ്റ്റ് ചെയ്യാം. കാരണം ഇയാൾ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ, ഇയാളുടെ യൂട്യൂബ് ചാനൽ എടുത്ത് പഠിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയുന്ന വർഗീയ പരാമർശങ്ങൾ, ഇതൊക്കെ എടുത്ത് മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും ടി.ജി. മോഹൻദാസ് പുറത്ത് വിലസി നടക്കേണ്ടവനല്ല, അകത്ത് കിടക്കേണ്ടവനാണ്. അപ്പോ ഇയാളെ തുടക്കഘട്ടങ്ങളിലൊന്നും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല, ഗവൺമെന്റ് യാതൊരു രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. ഏത് ഘട്ടത്തിലാണ് ഇയാൾ അറസ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് മാറുന്നത്? അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ വിഷയം ഏറ്റെടുക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ ടി.ജി. മോഹൻദാസിനെ പറ്റി, എന്തുകൊണ്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതിനെ പറ്റി ചോദ്യങ്ങൾ ഉയർത്താൻ തുടങ്ങി. പല വേദികളിലും ടി.ജി. മോഹൻദാസ് ഈ CJP ഈ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് ഇയാൾക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ജനങ്ങൾ എല്ലാവരും ചിന്തിച്ചു തുടങ്ങി, പറഞ്ഞു തുടങ്ങി, ശരിയാണല്ലോ, ഈ ടി.ജി. മോഹൻദാസിനെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? RSSനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണോ? BJP സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ? അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരാൻ തുടങ്ങി. നമുക്കറിയാം, പൊതുവെ VD സതീശൻ ഇന്ന് ഒരു BJP മുഖ്യമന്ത്രി പോലെയൊക്കെയാണ് പെരുമാറുന്നത് എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുമ്പോൾ അതൊക്കെ ഇവരെ സന്തോഷിപ്പിക്കാനാണോ എന്ന ചിന്ത പൊതുവെ ജനങ്ങൾക്കിടയിൽ ഉടലെടുത്തു വന്നാൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം ഇദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം മുഴുവൻ കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള നീക്കങ്ങളാണ്. ഈ ജന്തർ മന്ദറിൽ CJP നടത്തിയ സമരത്തെ വലിയ രീതിയിൽ തന്നെ പിന്തുണച്ചുകൊണ്ട് കൊച്ചിയിൽ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയപ്പോൾ DYFIക്കാർക്കെതിരെ വരെ കേസെടുത്ത ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഗവൺമെന്റ്. അപ്പൊ സ്വാഭാവികമായും ജനങ്ങൾക്ക് ഒരു സംശയമൊക്കെ തോന്നും. അങ്ങനെ നോക്കിയിരുന്ന് ഈ പറയുന്നത് പോലെ യാതൊരു രീതിയിലും ടി.ജി. മോഹൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. അതിനിടയിൽ ഇയാളെ യൂട്യൂബ് ചാനൽ ഒരു വീണ്ടും വീഡിയോ ഒക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതായത് എല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ട്, കാരണം എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല, എന്നെ ആരും അറസ്റ്റ് ചെയ്യില്ല എന്ന രീതിയിലേക്ക് ഇയാൾ വരുന്നുണ്ട്. അപ്പോ പിണറായി വിജയൻ വലിയ രീതിയിൽ തന്നെ ഇതിനെതിരെ ആഞ്ഞടിച്ച ശേഷം തന്നെ VD സതീശന് ഒരു കാര്യം മനസ്സിലായി, പണി പാളി. പിണറായി ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചു തന്നെയാണെന്ന് മനസ്സിലായപ്പോ ഇന്നലെ, അതായത് വ്യക്തമായി പറയുകയാണെങ്കിൽ ഞായറാഴ്ച, ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. അതും രസകരമാണ്. ഇപ്പൊ എന്താണ് ഈ BJPക്കാരും ഈ ഹിന്ദു ഐക്യവേദിയുടെ ആളുകളൊക്കെ പറയുന്നത്? പുള്ളി ഒരു മഹത്തായ മനുഷ്യനാണ് എന്നാണ് പറയുന്നത്. എന്ത് മഹത്തായ മനുഷ്യനാണ്? ഒരു മഹത്തായ മനുഷ്യനുമല്ല. അതായത് ഇത്തരം വർഗീയ വിഷപ്പാമ്പുകളെ അകത്തിടുക തന്നെ വേണം. ഇവിടെ എന്ത് സഹായമാണ് RSSനും BJPക്കും കിട്ടിയത്? അതായത് ഇയാളെ വേണമെങ്കിൽ വെള്ളിയാഴ്ച കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു, അറസ്റ്റ് രേഖപ്പെടുത്താമായിരുന്നു. അങ്ങനെ രേഖപ്പെടുത്തിയാൽ ശനിയും ഞായറൊക്കെ ഈ പറയുന്നത് പോലെ കോടതി അവധിയാണല്ലോ. അപ്പൊ അങ്ങനെ 2 ദിവസം അകത്ത് കിടക്കേണ്ട വരുമല്ലോ. അപ്പൊ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായും ഇന്നലെയാണ് ഇയാളെ ഈ കസ്റ്റഡിയിൽ എടുക്കുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഈസി ആയല്ലോ, അകത്ത് കിടക്കേണ്ടി വരില്ല, അല്ലെ? ഇന്ന്
BJP-ക്കാരും ആർഎസ്സുകാരും ഒക്കെ രംഗത്ത് വന്ന് ഭയങ്കര നാടകം കളിയാണ്, ഭയങ്കര നാടകം കളി. അയ്യോ ദേ ഞങ്ങളുടെ TG മോഹൻദാസിനെ കേരള പോലീസ് പിടിച്ച് അകത്തിട്ട് കണ്ട് UDF-ന്റെ ഗവൺമെന്റ് പിടിച്ച് അകത്തിട്ട് വന്ന രീതിയിലുള്ള പല നാടകങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. എനിക്ക് ചിരിയാണ് കേട്ടോ വന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ചില പോസ്റ്റുകൾ കാണുന്നുണ്ട്. കണ്ടുപഠിക്കട ഞങ്ങളെ വി ഡി സതീശൻ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത് കണ്ടോ എന്നൊക്കെ ചോദിച്ച്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അറസ്റ്റ് ചെയ്ത് കണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പോസ്റ്റുകൾ കാണാനൊക്കെ ഇടയായി. സത്യത്തിൽ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ചിരിയാണ്. എന്താണെന്നറിയൂ, ഈ TG മോഹൻദാസിനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത്? അയാൾ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും പോലീസ് അറസ്റ്റ് ചെയ്തില്ല. പ്രതിഷേധം ശക്തമായപ്പോൾ അവരുടെ പാർട്ടിക്കകത്ത് തന്നെയുള്ള ഇപ്പോഴും കോൺഗ്രസ് മനസ്സുള്ള പല ആളുകൾ ശബ്ദമുയർത്തിയപ്പോഴാണ് ഇയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായത്. ഏതൊക്കെ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത് എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം. ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ നോക്കൂ. 29-ാം തീയതിയാണ് കേട്ടോ ഇയാൾക്കെതിരെ കേസെടുക്കുന്നത്. FIR-ന്റെ കോപ്പിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഭാരതീയ ന്യായ സംഹിതയിലെ 192, 353, 1B, IT ആക്ടിലെ 66, കേരള പോലീസ് ആക്ടിലെ 120O എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഈ TG മോഹൻദാസിന്റെ കേസെടുത്തിട്ടുള്ളത്. പൊതുസമൂഹത്തിൽ ലഹള ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് TG മോഹൻദാസ് പരാമർശം നടത്തിയതെന്ന് ഈ FIR പറഞ്ഞിട്ടുണ്ട്. ഡൽഹി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ ആക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിന്റെ മൊബൈൽ ഫോണിൽ നിന്നും വീഡിയോ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പൊ പൊതുവെ നമുക്ക് എടുത്തത് പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വേണമെങ്കിൽ 2-3 വകുപ്പുകൾ കൂടി ഇടാം, അല്ലെ? എന്താണ്? അവിടെ സമരം ചെയ്യാൻ വന്ന സ്ത്രീകൾ മുഴുവൻ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് എന്ന രീതിയിലുള്ള പരാമർശം നടത്തിയിരുന്നല്ലോ. അതിനെതിരെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കേസ് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ വകുപ്പുകൾ ഇട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തോ ആകട്ടെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. ഈ വിഷയത്തിലെ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു നടപടി സ്വീകരിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന ആളുകളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഒക്കെ ഒന്ന് പത്രം വായിക്കണം കേട്ടോ. ഇനി പത്രം വായിച്ചില്ലെങ്കിൽ പോലും ഇത്തരം പ്രതികരണം നടത്തുന്നതിന് മുമ്പ് വല്ല ChatGPT-യിലേക്ക് ഒന്ന് കയറി ഒരു ഫാക്ട് ചെക്ക് നിങ്ങൾ എഴുതി ഇടുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് നല്ലതാണ്. നോക്കൂ, PC ജോർജിനെ പിടിച്ചകത്തിട്ടത് ആരുടെ കാലഘട്ടത്തിലാണ്? പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകുന്ന സമയത്താണ്, അല്ലേ? RV ബാബു അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, ശശികല അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, ഷാജൻ സ്കറി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പലരും വർഗീയ വിദ്വേഷ പരാമർശം നടത്തിയിട്ടുള്ള, ഹേറ്റ് സ്പീച്ച് നടത്തിയിട്ടുള്ള, അങ്ങനെ പല വമ്പന്മാരും അകത്ത് കിടന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? ഈ പറയുന്ന പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണ്. സെൻകുമാർ അടക്കം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെ? ഈ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തേക്ക് വന്നാലോ, പീഡനക്കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്യപ്പെട്ടത് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്തല്ലേ? ഫ്രാങ്കോ അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ ദിലീപ് അടക്കമുള്ള ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആരുടെ കാലഘട്ടത്തിലാണെന്നേ? അപ്പോ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. നട്ടലുള്ള ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു കേട്ടോ പിണറായി വിജയൻ, അതിൽ തർക്കമൊന്നുമില്ല. മൂപ്പര് തൂക്കിയെടുത്ത്, അറിയാമല്ലോ, പല വിഷവിത്തുകളെയും പല രീതിയിലുള്ള ഞരമ്പന്മാരെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് ഈ പറയുന്നത് പോലെ രമേശ് ചെന്നിത്തല ചെയ്തത്, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത് ചെറുതായിട്ടൊന്നും കാണുന്നില്ല. തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. പക്ഷെ ഇത്രയും വൈകരുത് എന്നുള്ളതാണ് എന്റെ പ്രതികരണം. ഇത്രയും വൈകരുത്. ഇത്തരത്തിലുള്ള ആളുകളെ, ഇത്തരത്തിലുള്ള നാട്ടിൽ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം വാരി വിതറുന്ന ഇത്തരം ആളുകളെയൊക്കെ തീർച്ചയായും അകത്ത് തന്നെ ഇടണം. ഒപ്പം അത്തരം ആളുകൾക്കൊപ്പമൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി, ഏത് ശശികലയ്ക്കൊപ്പവും അതുപോലെ തന്നെ ഷാജനൊപ്പവും ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്ന മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇവരൊക്കെ പല കേസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയാലോ, പ്രതികളൊക്കെയാണ്. അപ്പോ അവർക്കൊപ്പമൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ, ആ ഫോട്ടോ അവർ പ്രചരിപ്പിക്കുമ്പോൾ അത് സത്യത്തിൽ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ എന്തായാലും മുഖ്യമന്ത്രി തന്നെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.